ഹരേ കൃഷ്ണ. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഇന്ദ്രജിത്തും ലക്ഷ്മണനും ഭയങ്കരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ആ യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും മാരകമായ പരിക്കുകളേറ്റു. ഭീകരമായ ആ യുദ്ധം കണ്ട് രാക്ഷസ സൈന്യവും വാനര സൈന്യവും പകച്ചു നിന്നു. യുദ്ധം വളരെ നാൾ നീണ്ടു നിന്നു. പ്രതിയോഗികൾക്ക് യുദ്ധം അരോചകമായി തോന്നി തുടങ്ങി. എന്നിട്ടും ഇരു കൂട്ടരും തങ്ങളുടെ ആവേശം യുദ്ധത്തിൽ പ്രകടമാക്കുക തന്നെ ചെയ്തു. പടച്ചട്ട നഷ്ടപ്പെട്ടിട്ടും അതൊന്നും വകവയ്ക്കാതെ നിന്ന് പോരാടുന്ന ഇന്ദ്രജിത്തിനെ കണ്ടപ്പോൾ ലക്ഷ്മണന് അഭിമാനമാണ് തോന്നിയത്. ഇനിയും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുവാൻ പാടില്ലെന്ന് തന്നെ ലക്ഷ്മണൻ നിശ്ചയിച്ചു. ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ലക്ഷ്മണൻ പഞ്ചശരങ്ങൾ ഒരുമിച്ച് അയച്ചുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ സാരഥിയെയും രഥ അശ്വങ്ങളെയും തകർത്ത് കളഞ്ഞു. ഇന്ദ്രജിത്ത് കോപം കൊണ്ട് വിറച്ചു. അയാൾ വാൾ ചുഴറ്റിക്കൊണ്ട് രഥത്തിൽ നിന്നൊരൊറ്റ ചാട്ടം. ആ തക്കം നോക്കി സൗമിത്രി ദിവ്യമായ ഒരു ഐന്ദ്രാസ്ത്രം അഭിമന്ത്രിച്ച് ഇന്ദ്രജിത്തിനെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. അത്ഭുതം! അമോഘമായ ആ അസ്ത്രം ഗഡ്ഗം ധരിച്ച വലത് കൈ മുറിച്ച് ഇന്ദ്രജിത്തിൻ്റെ പത്നി സുലോചനയുടെ മുന്നിൽ ചെന്ന് ആ കൈകൾ വീണു. അത് കണ്ട് അവൾ ഞെട്ടി. അയ്യോ, എൻ്റെ നാഥൻ്റെ കൈയല്ലേ ഇത്? ഞാനിതെങ്ങനെ സഹിക്കാനാണ്? മേഘനാഥ, ഇനി ഞാൻ നിന്റെ ശിരസറക്കാൻ പോവുകയാണെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. അടുത്ത നിമിഷത്തിൽ ലക്ഷ്മണൻ അസ്ത്രം തൊടുത്തു. ഇന്ദ്രജിത്തിൻ്റെ ശിരസറത്ത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുന്നിലെത്തിച്ചു. ദേവകൾ ആ രംഗം കണ്ട് ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. കയ്യും തലയും അറ്റ കബദ്ധം പിടഞ്ഞു മരിച്ചു. ഇന്ദ്രജിത്തുമായുണ്ടായ യുദ്ധത്തിൽ മാരകമായ മുറിവേറ്റ് ലക്ഷ്മണന് തൻ്റെ കഴിവും ശക്തിയും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. മർമ്മ ചികിത്സയിലും വ്രണവിരോപണ ചികിത്സയിലും അതിവിദഗ്ധനായ സുഷേടൻ്റെ കീഴിൽ സൗമിത്രിയുടെ അസുഖം ക്ഷണത്തിൽ തന്നെ മാറിക്കിട്ടി. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ഭാഗത്ത് ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ സുലോചനയുടെ ആത്മാഹുതിയാണ് അടുത്ത ഭാഗത്ത് പറയുവാൻ പോകുന്നത്. ഹരേ കൃഷ്ണ.